ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുതിയ സ്ഥലമാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ എഴുകുംവയൽ എന്ന സ്ഥലത്ത് അതിനടുത്തായിട്ട് തന്നെ വരുന്ന ഒരു സ്ഥലമാണിത്. അവിടുന്ന് ഞാനും എൻ്റെ ഫാമിലി കസിൻസ് ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയതാണ്. അപ്പം നിങ്ങളെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുകുംവയൽ മിക്കവർക്കും തന്നെ അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശിത രൂപം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെയാണ്. ക്രിസ്ത്യൻസ് ഏറ്റവും കൂടുതൽ മല കയറാൻ വരുമ്പോഴും ടൂറിസ്റ്റ് പ്ലേസും എല്ലാമായിട്ടുള്ളൊരു ഇതാണ്, തീർത്ഥാടന കേന്ദ്രമാക്കിയിരിക്കുന്നതാണ് അവിടെ. അടിപൊളി വൈബാണ് കേട്ടോ. അവിടെ മല കയറി ചെല്ലുമ്പോഴത്തേക്കും മുകളിൽ നല്ല മഞ്ഞിനകത്ത് ഭയങ്കര ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് അവിടുന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ പറഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ വന്നതാണ്. ഇവിടെ അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 പേർക്ക് ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 250 പേർക്കോളം ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ പാർട്ടി, ബർത്ത്ഡേ പാർട്ടി, കല്യാണ പാർട്ടി, പിന്നെ എന്താ പറയുക, അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടത്തില്ലേ, അതുപോലെ അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നതാണ്. ഫുഡൊക്കെ അവിടെ കിട്ടത്തില്ല കേട്ടോ, നമ്മൾ തന്നെ ഓർഡർ ചെയ്തിട്ട് അവിടെ ശരിയാക്കണം, അങ്ങനെയാണ്. പിന്നെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മേലോട്ടായിട്ടുള്ള സ്ഥലത്ത് ടെൻറ്റും വലിയ റൂമും ഒക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ 2000 രൂപ എങ്ങാണ്ടാണ് പെർ ഹെഡിന്. ഇവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഈ സ്വിമ്മിംഗ് പൂളിൽ ചാടുക. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ പടുതാക്കുളമാണ്. ഇവിടെ ചാടാനും പറക്കാനും എൻജോയ് ചെയ്യാനായിട്ട് മാത്രമാണ് കേട്ടോ വന്നത്. അപ്പോൾ ചാടിക്കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് തന്നെ. ഞങ്ങൾ അതിന് വേണ്ടി മാത്രം വന്നാൽ അപ്പോൾ പടുതാക്കുളത്ത് ചാടുന്നതിന് ഒരാൾക്ക് 100 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നും ഇവിടെ അധികം പൈസ ചിലവൊന്നുള്ളതായിട്ടില്ല. പിന്നെ അവിടെ സ്റ്റേ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ പൈസയുള്ളൂ. പെർ ഹെഡിന് അവിടെ 2000 രൂപ എന്ന് പറഞ്ഞത്. അവിടെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിലാണ് അവിടെ ക്യാമ്പ് ഫയറും എല്ലാം ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. രാത്രി 10 മണി വരെ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് അവിടെ. പിന്നെ ഞങ്ങളിവിടെ അലങ്ങാനും വിലങ്ങാനും വെള്ളത്തിൽ ചാടുക, ചേച്ചിക്കാണെങ്കിൽ മലർന്നും കിടന്ന് ഇരുന്നൊക്കെയുള്ള വീഡിയോസ് വേണം നീന്തുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവൾ കുറേ വീഡിയോ എടുത്തു. പിന്നെ എൻ്റെ കൂടെ വന്നപ്പോഴത്തേക്കും ഞാൻ ചാടി തിമർന്നു. എനിക്കാണെങ്കിൽ ഒട്ടും നീന്താൻ അറിയത്തില്ലാത്തത് കൊണ്ട് അവിടെ ചാടി അവിടെ തന്നെ പൊന്തി. പിന്നെ ഞാൻ ആഞ്ഞ് ശ്രമിച്ചു കേട്ടോ നീന്താൻ വേണ്ടിയിട്ട്, പക്ഷെ നടന്നില്ല. എൻ്റെ കൈയും കാലും ഇട്ട് അടിച്ചപ്പോഴത്തേക്കും പകുതിക്ക് നിന്ന് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചു. പിന്നെ കുഞ്ഞാപ്പൂൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാസ്ക്കറ്റ് ബോളിൻ്റെ പോലത്തെ ഇത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ബാസ്ക്കറ്റ് എറിയിലായിരുന്നു കുഞ്ഞാപ്പൂൻ്റെ പരിപാടി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കളിച്ചു തിമർത്തു ഒരുപാട് നേരം ഇതാക്കി. പിന്നെ ഞങ്ങൾ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഷോർട്സ് എടുക്കണം, അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് ഒക്കെ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് കളിക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. മൊത്തം കോമഡി ആയതല്ലാതെ ഒരു ഷോട്ട് പോലും മര്യാദയ്ക്ക് ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ വെള്ളത്തിൽ ചാടാൻ വേണ്ടി ഇച്ചിരി ഓരോന്നിനും പേടിയായിരുന്നു കേട്ടോ. നമ്മുടെ കഴുത്തൊപ്പം പോലും വെള്ളമില്ല, എന്നാലും എല്ലാത്തിനും പേടിയായിരുന്നു. ഞാനും ചേച്ചിയും ചേട്ടനും മാത്രമാണ്, അപ്പവും മാത്രമാണ് പിന്നെ നീന്തൽ കുറച്ചെങ്കിലും അറിയാവുന്നവരൊന്നും എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയത്തില്ല കേട്ടോ. എന്നാലും നമ്മൾ ഇതുപോലെയുള്ള വെള്ളത്തിലൊക്കെ അടിച്ച് പൊളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലായിടത്തും ചാടുകയോ പേടിയൊന്നുമില്ല. പിന്നെ പിള്ളേർ സെറ്റ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കൊച്ചാണ് അവൾ ഇറങ്ങി വെള്ളത്തിൽ കുറച്ച് നേരം കളിച്ചു. ചേച്ചിയുടെ ചെറുക്കനെ വെള്ളത്തിൽ കുറച്ച് നേരം ഇറക്കുകയൊക്കെ ചെയ്തു. പിന്നെ തന്നെ നിർത്താൻ പറ്റില്ലാത്തത് കൊണ്ട് അവനെ കരയ്ക്ക് കയറ്റിയത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോകും. ഇവിടെ ഏറ്റവും പിന്നെ വേണ്ടാതെ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് ഫിഷിംഗ് ഉണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുളമുണ്ട്. അവർ തന്നെ ചൂണ്ടയും തരും, അതിന് കഴിക്കാൻ കൊടുക്കാനുള്ള മൈദയും തരും. അപ്പോൾ അതിനെ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കുക. 50 രൂപ ചൂണ്ട, ഒരു ചൂണ്ടയ്ക്ക് 50 രൂപ കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചൂണ്ടയിട്ട് നമ്മൾ പിടിക്കുന്ന മീനിനെ നമ്മൾ തന്നെ കൊണ്ടുവരണം. തൂക്കി അത് എത്ര കിട്ടുന്നോ അത്ര തൂക്കി നമ്മൾ അതിൻ്റെ പൈസ കൊടുത്തിട്ട് നമ്മളെ കൊണ്ടുവരണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് പിടിച്ചപ്പോഴത്തേക്ക് 2-2.5 കിലോ 2.25 കിലോ എങ്ങാണ്ട് മീനെ കിട്ടി. ഒരെണ്ണം തന്നെ 1/2 കിലോ ഉള്ള 2 അങ്ങാണ്ട് കിട്ടി. 1/2 കിലോ വീതമുള്ള 2 അങ്ങാണ്ട് കിട്ടി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറുതായിരുന്നു കുറേയൊക്കെ കിട്ടിയത്. പിന്നെ അതൊക്കെ തൂക്കി ഞങ്ങൾ മേടിച്ചു. പിന്നെ വന്നപ്പോഴത്തേക്കും മീനിനെ കാലിട്ട് കൊടുത്തപ്പോഴത്തേക്ക് എനിക്കാണ് പേടിയായിട്ടോ. എനിക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാണ്. പിന്നെ ചേട്ടൻ കുറച്ച് നേരം കൈയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ ഒരു പേടിയില്ല, അവളും കൈയിട്ട് വരാനൊക്കെ പോയി. അവൾക്ക് പേടിയില്ലാണ്ട് അവൾ കൈയും കാലും എല്ലാം ഇട്ട് ഇളക്കി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് പോന്നു. ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പോന്നു. അവിടെ അപ്പോഴത്തേക്കും നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറിയായിരുന്നു. നല്ലൊരു ഇരുട്ട് കൂടിയ ഇതായി, നല്ല വൈബായിരുന്നു കേട്ടോ പോരാൻ വേണ്ടിയിട്ട്. തിരിച്ചു പോയെന്ന് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നത്തേക്കും ബക്കറ്റിലേക്ക് മീനെല്ലാം കൂടെ ഇട്ട് പുളിവെള്ളവും ഉപ്പും കൂടെ ഇട്ടിട്ട് ബക്കറ്റിലിട്ട് വെച്ചു.
പെട്ടെന്ന് തന്നെ തൊലി പൊളിക്കാനും പറക്കാനും എളുപ്പമാട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. തൊലി പൊളിച്ച് എടുക്കാനും ചെതുമ്പൽ പോകാനും ഉടുമ്പ് നാറ്റം പോകാനൊക്കെ ആയിട്ട് പുളിവെള്ളത്തിൽ ഉപ്പിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. ഉപ്പിട്ടിട്ട് ഈ മീൻ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം പൊളിച്ചു. പപ്പ കൂടി ഞാനും ചേച്ചിയും കൂടെ കൂടി മീൻ മൊത്തം പൊളിച്ച് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങളിത് കറി വെച്ച് തിന്നും കേട്ടോ. അല്ല, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങൾക്ക് ഓക്കെ ബൈ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണേ. ബൈ.